കുട്ടികൾക്ക് ഹോഴ്സ് റൈഡിംഗ് പരിശീലനത്തിനായി 8 മാസങ്ങൾക്ക് മുൻപാണ് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിൽ കോയമ്പത്തൂരിൽ നിന്നും ഒരു പെൺകുതിരയെ വാങ്ങുന്നത്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുതിരയെ സ്കൂളിലെത്തി പരിശീലനം ആരംഭിച്ചപ്പോഴാണ് കുതിര ഗർഭിണിയാണെന്ന കാര്യം സ്കൂൾ അധികൃതർ അറിയുന്നത്. തുടർന്ന് പരിശീലനം നിർത്തി പരിപാലനം തുടങ്ങി. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മേരിയാൻ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. സ്കൂൾ ഗ്രൗണ്ട് തന്നെയായിരുന്നു മേരിയാൻ്റെ പ്രസവമുറി. വളരെ സന്തോഷവതിയാണ്. ഇപ്പോൾ മേരിയാൻ എല്ലാവരോടും അച്ഛനോടൊക്കെ ഞങ്ങളോടൊക്കെ നന്നായിട്ട് ഇണങ്ങി നിൽക്കുന്നൊരു കുതിരയാണ്. വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. എനിക്കൊന്ന് കിഴക്കമ്പലം ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഒരു കുതിര ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ഇവിടെ കുട്ടികൾ അധ്യാപകരൊക്കെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. 1 വർഷത്തോളമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക ഒരു കുതിരയുടെ പ്രസവ കാലാവധി. അത് പൂർത്തിയാക്കി 8 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. പുതിയ പേരൊന്നും ഇട്ടിട്ടില്ല. ദിവസങ്ങൾ കുട്ടികളൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ പേരിടുകയുള്ളൂ. അപ്പോൾ വലിയ സന്തോഷമാണ്. ഇതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ പാത്തയും ഗിനിക്കോഴിയും ടർക്കി കോഴികളും അതുപോലെ തന്നെ പീജിയൻ പ്രാവുകളും അതുപോലെ തന്നെ ലവ് ബേഡ്സും കൂടാതെ മൊയിലുകളും എല്ലാ സാധനങ്ങളും ഇൻഗ്വാനയുണ്ട്. ഇപ്പോൾ മേരിയാനെയും കുഞ്ഞിനെയും കാണുവാൻ സന്ദർശകരുടെ തിരക്കാണ്. കുഞ്ഞിനെ അരുമയായി നോക്കുന്നത് മൂലം തൽക്കാലം ആരും അടുത്ത് ചെല്ലുന്നത് മേരിയാന് അത്ര ഇഷ്ടമല്ല. സ്കൂൾ മാനേജരും കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരിയുമായ ഫാദർ ഫ്രാൻസിസ് അരീക്കലിനോടാണ് മേരിയാന് ഏറെ അടുപ്പം. അധിക സമയവും കൂട്ടിൽ തന്നെയാണ് കുതിരയും കുട്ടിയും. സ്കൂൾ ഗ്രൗണ്ടിൽ ധാരാളം പുല്ലുള്ളതിനാൽ അമ്മയും മകളും സ്കൂൾ മൈതാനത്തിലൂടെ വിശാലമായി മേഞ്ഞു നടക്കുകയാണ്. അപ്രതീക്ഷിതമായി ഒരു കുതിരക്കുട്ടിയും കൂടി എത്തിയതോടെ അവധി ദിനം കഴിഞ്ഞെത്തുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു കൗതുക കാഴ്ച തന്നെയാകും മേരിയാനും കുട്ടിയും. കുഞ്ഞിന് ഇതുവരെ പേര് നൽകിയിട്ടില്ല. വിദ്യാർത്ഥികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഏക അഭിപ്രായത്തിലായിരിക്കും കുതിര കുഞ്ഞിന് പേരിടുക. അമ്മയുടെ ലാളനയേറ്റ് കുഞ്ഞു മേരിയാൻ ആരോഗ്യത്തോടെ സ്കൂളിലെ ലായത്തിൽ കഴിയുകയാണ്.